BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് അവകാശമുണ്ടായിരുന്നിട്ടും ചികിത്സാ ചെലവ് നൽകാതിരുന്ന ഇൻഷുറൻസ് കമ്പനി 76,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ജില്ലാ ഉപഭോക്തൃ ഫോറം. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി സേവനത്തിലെ ന്യൂനതയും അധാർമിക കച്ചവട രീതിയുമാണെന്നും ഫോറം നിരീക്ഷിച്ചു. ചികിത്സാ ചെലവായി 46,203 രൂപയും നഷ്ടപരിഹാരവും കോടതി ചെലവുമായി 30,000 രൂപയും നൽകാനാണ് ഉത്തരവ്. പുത്തൻകുരിശ് സ്വദേശി റെജി ജോൺ സമർപ്പിച്ച പരാതിയിൽ DB ബിനു പ്രസിഡന്റും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അംഗങ്ങളുമായ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ് ഉത്തരവിട്ടത്. വ്യാപാരി വ്യവസായ സംഘടനയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരമാണ് ഡ്രൈവറായ പരാതിക്കാരൻ റെഡ് കാർപ്പറ്റ് ഇൻഷുറൻസ് പോളിസി എടുത്തത്. 2021 ജനുവരിയിൽ പരാതിക്കാരന് ഡെങ്കിപ്പനിയും കോവിഡും ബാധിച്ചതായി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ പരിശോധനയിൽ കണ്ടെത്തി. പോളിസി വ്യവസ്ഥ പ്രകാരം ക്യാഷ്ലെസ് ചികിത്സയ്ക്ക് അവകാശമുണ്ടായിരുന്നിട്ടും ആശുപത്രി ചെലവ് നൽകാൻ എതിർകക്ഷി തയ്യാറായില്ലെന്നും പരാതിയിൽ ബോധിപ്പിച്ചു. ഇൻഷുറൻസ് കമ്പനിയുടെ പാനൽ ആശുപത്രിയിൽ തന്നെയാണ് ചികിത്സ സ്വീകരിച്ചത്. എന്നാൽ ക്ലെയിം അനുവദിക്കാനാവശ്യമായ മുഴുവൻ അസൽ രേഖകളും ഹാജരാക്കിയില്ലെന്ന നിലപാടാണ് എതിർകക്ഷി സ്വീകരിച്ചത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഫൈൻ ആർട്സ് ബ്ലോക്ക് കെട്ടിടത്തിൽ കനത്ത മഴയിൽ ചോർച്ച. മഴവെള്ളം ക്ലാസ് മുറികളിൽ വീണതോടെ കെട്ടിടത്തിന്റെ മേൽക്കൂര വൃത്തിയാക്കാൻ കയറിയവർ ഞെട്ടി. നിരവധി ഒഴിഞ്ഞ ബിയർ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും ഗർഭനിരോധന ഉറകളുമാണ് 10,000-ഓളം ചതുരശ്ര അടി വിസ്തീർണമുള്ള മേൽക്കൂരയിൽ കണ്ടെത്തിയത്. ഇവയെല്ലാം മഴയത്ത് ഒഴുകി ദ്വാരങ്ങൾ അടഞ്ഞതാണ് ക്ലാസ് മുറികളിൽ വെള്ളം വീഴാനിടയാക്കിയതെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നു. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധിത ക്യാമ്പസാണിത്. സംഗീതം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, നൃത്തം തുടങ്ങിയവ പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളുടെ തറയിൽ ടൈലുകൾക്ക് പകരം വിരിച്ചിരുന്ന വില കൂടിയ മരപ്പലകൾ മുഴുവൻ നനയുകയും നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തെ സീലിംഗുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അന്തർസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ കെട്ടിട നിർമ്മാണങ്ങൾക്കായി വന്നു പോകുന്നുണ്ട്. സർവകലാശാലയിൽ സെമസ്റ്റർ അവധിയായതിനാൽ പഠനം ഉണ്ടായിരുന്നില്ല. മഴ മുന്നറിയിപ്പ് ശക്തമാകുമ്പോഴും കടൽ ഭിത്തിയുടെ അപര്യാപ്തതകൾ പരിഹരിക്കാനോ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽവെള്ളം ജനവാസ മേഖലയിലേക്ക് ഒഴുകാതെ മറ്റ് ജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടാനോ നടപടിയില്ല. കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇക്കുറി മഴയും കാറ്റും ശക്തമായി കടൽക്ഷോഭമുണ്ടായാൽ എടവനക്കാട്, നായരമ്പലം തീരവാസികൾ കിടപ്പാടം ഉപേക്ഷിച്ച് ക്യാമ്പുകളിലേക്ക് മാറേണ്ട അവസ്ഥയാണ്. നായരമ്പലം പുത്തൻകടപ്പുറം മുതൽ എടവനക്കാട് ചാത്തങ്ങാട് കടപ്പുറം വരെ 4 കിലോമീറ്റർ തീരത്താണ് കടൽക്കയറ്റം ഭീതി വിതയ്ക്കുന്നത്. പുത്തൻകടപ്പുറത്ത് അടിച്ചു കയറുന്ന കടൽവെള്ളം ഒഴുകിപ്പോകാനുള്ള കലുങ്കുകൾ പോലും സജ്ജമാക്കിയിട്ടില്ല. വെള്ളിയത്താംപറമ്പിൽ ജിയോ ബാഗ് ഭിത്തി ഒരുക്കിയിട്ടുണ്ടെങ്കിലും കടൽ ഭിത്തി തകർന്ന നിലയിലാണ്. ആഴ്ചകൾക്ക് മുൻപ് ചെറിയ തോതിൽ കടൽ കയറ്റം ഉണ്ടായപ്പോൾ തന്നെ ജനവാസ മേഖലകളിലേക്ക് വെള്ളം കയറി. ഓരോ തവണയും വലിയ തുക മടക്കി മണൽവാട സ്ഥാപിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. എടവനക്കാട്, പഴങ്ങാട്, നായരമ്പലം പ്രദേശങ്ങളിൽ കടൽ ഭിത്തി ഇടിഞ്ഞുപോയത് കാരണം പുലിമുട്ടുകൾ കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥിതി കൂടിയാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. അവയവക്കടത്ത് കേസിൽ പിടിയിലായ കൊച്ചി സ്വദേശിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. ഇയാളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കേസിൽ അറസ്റ്റിലായ സാബിത് നാസറിൽ നിന്നുമാണ് അവയവക്കടത്ത് റാക്കറ്റുമായി ബന്ധമുള്ള മലയാളിയുടെ വിവരം ലഭിച്ചത്. അവയവക്കടത്ത് കേസിൽ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായ തൃശൂർ വലപ്പാട് സ്വദേശി സാബിത് നാസറിൽ നിന്നാണ് വിവരം ലഭിച്ചത്. ഇവരെ ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് റാക്കറ്റിലെ മറ്റുള്ളവർ, വൃക്ക വാങ്ങിയവർ എന്നിവരെക്കുറിച്ചുള്ള വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നുള്ളവരാണ് സംഘാംഗങ്ങൾ. വൃക്ക വാങ്ങിയവർ കൂടുതലും ഉത്തരേന്ത്യക്കാരാണ്. അവയവ കൈമാറ്റ നിയമം ഇന്ത്യ അടക്കമുള്ള UN രാജ്യങ്ങൾ ശക്തമാക്കിയതും ഇറാനിലെ അനുകൂല സാഹചര്യവും സംഘം മുതലെടുക്കുകയായിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ളവയെല്ലാം നടന്നതും ഇന്ത്യയിലാണ്. കച്ചവടം ഉറപ്പിച്ച ശേഷം അവയവദാനവും തുടർ ചികിത്സയുമാണ് ഇറാനിൽ നടന്നിരിക്കുന്നത്. വൃക്കദാനം ചെയ്തവർ സ്വമേധയാ മുന്നോട്ട് വരികയായിരുന്നുവെന്നും തങ്ങൾക്ക് പങ്കില്ലെന്നും പറഞ്ഞൊഴിയാനുള്ള സാബിത്തിന്റെ നീക്കം സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ മുൻനിർത്തിയുള്ള ചോദ്യങ്ങളിൽ പാളുകയായിരുന്നു. സാബിത്തിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് സാമ്പത്തിക ഇടപാടുകാരെക്കുറിച്ചും അവയവദാതാക്കളെക്കുറിച്ചും പോലീസിന് വിവരം ലഭിക്കുന്നത്. അന്വേഷണ സംഘം വൈകാതെ ഹൈദരാബാദ്, ഡൽഹി ഉൾപ്പെടെ റാക്കറ്റ് പ്രവർത്തിക്കുന്നിടങ്ങളിലേക്ക് തിരിക്കും.
രൂക്ഷമായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളുടെ ആലോചനാ യോഗം 28-ന് ആലുവ നഗരസഭ വിളിച്ചു ചേർക്കുന്നു. പൊതുമരാമത്ത്, ജല അതോറിറ്റി, റവന്യൂ, KCB, കൊച്ചി മെട്രോ അധികൃതർ എന്നിവർ പങ്കെടുക്കും. മഴയിൽ ആലുവ നഗരത്തിന്റെ പ്രധാന മേഖലകളാണ് വെള്ളക്കെട്ടിലായത്. ഇതുമൂലം നഗരത്തിലെ വ്യാപാര മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം കടകളിലേക്ക് വെള്ളം കയറി വ്യാപാരികൾ 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ആലുവ മേഖലയിലെ മഴവെള്ളം പെരിയാറിലേക്ക് കാനയിലൂടെ ഒഴുകുന്ന സംവിധാനമാണുള്ളത്. എന്നാൽ കാനയിൽ പലയിടത്തും മാലിന്യമടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല, പുഴയിലേക്ക് എത്തുന്നിടത്ത് വെള്ളം കയ്യേറിയിരിക്കുന്നതായും ആരോപണമുണ്ട്. കൊച്ചി മെട്രോയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പാത നിർമ്മാണം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തിരിക്കുന്നത്. റോഡിൽ രൂപം കൊള്ളുന്ന മഴവെള്ളം കാനകളിലേക്ക് ഒഴുകുന്നില്ലെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മാർക്കറ്റ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, അൻവർ ആശുപത്രി റോഡ്, ബാങ്ക് കവല, കടത്തുകടവ് റോഡ്, ബ്രിഡ്ജ് റോഡ്, മാർക്കറ്റ് ഭാഗത്തെ ബൈപ്പാസ് അടിപ്പാതകൾ, എറണാകുളം റോഡ്, KSRTC പരിസരം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും വെള്ളക്കെട്ടുണ്ടാകുന്നത്. ഇതിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വ്യാപാരികൾക്കാണ് കഴിഞ്ഞ ദിവസത്തെ വെള്ളക്കെട്ടിൽ വലിയ നഷ്ടമുണ്ടായത്. ആലുവ നഗരസഭാ ചെയർമാൻ MO ജോണിന്റെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന മേഖലകൾ സന്ദർശിച്ചു. പലയിടത്തും കാനയിൽ മാലിന്യം കെട്ടിക്കിടക്കുന്നതായും കൗൺസിലർമാർ കണ്ടെത്തി. ആവശ്യമായ സ്ഥലങ്ങളിൽ കാന വൃത്തിയാക്കാനും തീരുമാനമായി. ഇതിനിടയിൽ ആലുവയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ശാശ്വത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൗരാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറി, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ ഉപരോധിച്ചു. കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതിയുമായ വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരി എന്ന ആളാണ് പരാതി നൽകിയത്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ളതാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും ഇദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്കായി ചെലവഴിച്ച തുക പരസ്യപ്പെടുത്തണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കനത്ത മഴയെ തുടർന്ന് കൊച്ചി നഗരത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടിൽ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തിയിരുന്നു. വെള്ളക്കെട്ടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കൊച്ചി കോർപ്പറേഷൻ തയ്യാറാകണം. വെള്ളക്കെട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് കോർപ്പിക്കുമല്ലോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരുന്നത്. വെള്ളക്കെട്ടിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായിരുന്നു. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡും വെള്ളത്തിനടിയിലായിരുന്നു. ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിയുകയാണ് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു. അടുത്ത മാസം 30-ന് ചേരുന്ന ജനറൽ ബോഡിയിൽ പിന്മാറ്റം പ്രഖ്യാപിക്കും. ജൂലൈ 1-ന് പുതിയ സമിതി നിലവിൽ വരുമെന്നും ഇടവേള ബാബു പറഞ്ഞു. അമ്മയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് ഇതോടെ മോഹൻലാലും ഒഴിഞ്ഞേക്കുമെന്നാണ് സൂചന. ഇടവേളയില്ലാതെ 1/4 നൂറ്റാണ്ടായി അമ്മയുടെ ഭാരവാഹി എന്ന നിലയിൽ വിവിധ ചുമതലകൾ വഹിച്ച ശേഷമാണ് ബാബുവിന്റെ പിന്മാറ്റം. ബാബുവിനൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി പ്രസിഡന്റ് പദത്തിൽ കണ്ടെന്നിട്ട് പല താരങ്ങളും അണിയറയിലുണ്ടെങ്കിലും ഒരു ടീമായി നിൽക്കാൻ ഇനി സാധ്യമല്ലെന്നും ബാബു വ്യക്തമാക്കിയതായാണ് സൂചന. സംഘടനയ്ക്ക് നിലവിൽ 15 കോടി രൂപയുടെ ആസ്തിയുണ്ട്. സ്വന്തമായി കലൂരിൽ ബഹുനില കെട്ടിടം ഉൾപ്പെടെ മറ്റു സ്വത്തുക്കൾ വേറെയും രാജിവെച്ചു പോകാൻ താൽപ്പര്യമില്ലാത്തതിനാലാണ് വരുന്ന 30 വരെ തുടരുന്നതെന്നും ബാബു വ്യക്തമാക്കി. പെരിയാറിലെ മത്സ്യക്കൂട്ടക്കുറുതിയിൽ അലയൻസ് മറൈൻ പ്രൊഡക്ട്സ് എന്ന കമ്പനി പൂട്ടാൻ ഉത്തരവ്. മലിനീകരണ നിയന്ത്രണ ബോർഡാണ് നോട്ടീസ് നൽകിയത്. പെരിയാറിലേക്ക് നിയമവിരുദ്ധമായി മാലിന്യം ഒഴുക്കിയതിനാലാണ് നടപടി. പെരിയാറിലെ മത്സ്യക്കുറുതി വ്യവസായശാലകളിലെ രാസമാലിന്യങ്ങൾ തുറന്നുവിട്ടതുകൊണ്ടാണെന്ന് ഇറിഗേഷൻ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. വ്യവസായ വകുപ്പിനും മലിനീകരണ നിയന്ത്രണ ബോർഡിനും ഗുരുതര വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ എടുക്കുമെന്നും വ്യവസായ മന്ത്രി P. രാജീവ് വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.